ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ആദ്യം തന്നെ പറയാം, ടേസ്റ്റിൽ വലിയ വെറൈറ്റി ഒന്നുമില്ല, പക്ഷെങ്കിൽ ഈ ദോശ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും ദോശയും അതിൻ്റെ ഒക്കെ നല്ലൊരു ചട്നിയും കാണിക്കുന്നുണ്ട്. കാണുക ഇഷ്ടമായെങ്കിൽ, കാണുമ്പോൾ നല്ല ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. ഈ ദോശൻ്റെ പേര് വടദോശ എന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഉഴുന്നെടുക്കുക. 1 കപ്പ് ഉഴുന്നെടുത്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കുതിർത്ത് വെക്കാൻ. ഞാനിപ്പോൾ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ഉഴുന്നാണ് എടുത്തത്, 2ആയിട്ട് പിളർന്നിട്ടുള്ള. മുഴുവനായിട്ടുള്ളയാലും ഏതായാലും കുഴപ്പമില്ല. ഇനി ഇത് 2-3 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി വെക്കുക. ഞാൻ പ്രത്യേകം കഴുകിയിട്ടെന്ന് പറയാൻ കാര്യം, ഈ വെള്ളം നമുക്ക് അരക്കാൻ യൂസ് ചെയ്യാം. കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടി വെക്കണം. ഇതിപ്പോൾ ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ച് ഉഴുന്നാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാം. പിന്നെ ഈ 1 കപ്പ് ഉഴുന്നുകൊണ്ട് ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ദോശ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു 4-5 ആൾക്ക് സെർവ് ചെയ്യാനുള്ള ദോശ ഉണ്ടാവട്ടെ ഇത്. ഇനിയിപ്പോൾ ഇതാ ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. എന്നിട്ട് ഈ വെള്ളത്തോടു കൂടി തന്നെ അതിലേക്ക് ഇട്ടിട്ട് അരക്കുക. സാധാരണ നമ്മൾ ഉഴുന്നുവടയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടൈറ്റിലല്ല അരക്കുക. ഇനി അതിൻ്റെ ആവശ്യമില്ല, കാര്യം നമ്മൾ ദോശയല്ലേ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് തന്നെ അരച്ചാൽ മതി കേട്ടോ. അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരച്ചാൽ മതി. അങ്ങനെ ടൈറ്റിൽ അരക്കണമെന്നൊന്നുമില്ല. എന്നാലും ഉഴുന്നായതുകൊണ്ട് അരക്കുന്ന സമയത്ത് അഥവാ ടൈറ്റായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മിക്സി ചൂടാകുന്നുണ്ടെന്നുണ്ടെങ്കിലേ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താലും മതി. അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ തണുത്ത വെള്ളം ഒഴിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ആദ്യം കുറച്ച് വെള്ളം മാറ്റി വെച്ചിനേനു, ആവശ്യമുള്ള നോക്കി ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇത് കണ്ട പെട്ടെന്ന് നല്ല ടൈറ്റായിട്ട് വരും. അപ്പം ബാക്കിയുള്ള വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് ആവണമെന്നില്ല, ചെറിയ തരിതരിപ്പ് ഉണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് ഓൾമോസ്റ്റ് ടേസ്റ്റ് ഉഴുന്ന് വടൻ്റെ തന്നെയാണ് കേട്ടോ വരിക. പക്ഷേങ്കിൽ ഉഴുന്ന് വട നമ്മൾ നെയ്യിലിട്ട് പൊരിച്ചെടുക്കുന്നില്ലേ, അങ്ങനെ താല്പര്യമില്ലാത്തവർക്കോ അല്ലെങ്കിൽ ദോശനോട് ഇഷ്ടമുള്ളവർക്കെല്ലാം ഇടയ്ക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്തു വെക്കാം. അപ്പോൾ ഇതാ ഉഴുന്ന് നല്ലോണം അരച്ചിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട 1 കപ്പ് റവയാണ്. റവ എടുക്കുമ്പോൾ വറുത്തതായാലും വറുക്കാത്തതായാലും എടുക്കുക. പക്ഷേങ്കിൽ നമ്മൾ ഉഴുന്ന് എത്രയാണോ എടുത്തത് ആ സെയിം കപ്പിൽ അത്ര തന്നെ വേണം റവ എടുക്കാൻ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കുമ്പോൾ എന്തായാലും കുറച്ച് കട്ടിയാവുമല്ലോ. റവ ഇട്ടിട്ടാകുമ്പോൾ അതിലുള്ള വെള്ളമെല്ലാം അബ്സോർബ് ചെയ്തിട്ട് റവ നല്ലോണം കുതിർന്ന് വരുമല്ലോ. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്തായാലും വേണ്ട വരും. അപ്പോൾ ഇത് വേണ്ട നല്ല ടൈറ്റായിട്ടുള്ള, ഞാൻ ഇതിലേക്ക് ആ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനിപ്പം വെക്കുന്നുണ്ട്. ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെക്കണം. തലേ ദിവസം രാത്രി അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് ചുട്ടാലാണ് ഏറ്റവും നല്ല കേട്ടോ. അങ്ങനെ ഞാൻ തലേ ദിവസം രാത്രി അരച്ച് വെച്ചതേനു. ഇപ്പോൾ പക്ഷേങ്കിൽ ഇവിടെ വല്ലാണ്ടങ്ങ് പുളിച്ച് പൊങ്ങൊന്നും ചെയ്യില്ല. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ചൂടുള്ള സ്ഥലത്തെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഫോം ആവട്ടാ. ഇതെന്നാലും അത്യാവശ്യം നല്ല ഫോമായിട്ട് വന്നിന്. പിന്നെ ഇങ്ങനെ ഇങ്ങനെ തലേ ദിവസം അരച്ച് വെച്ചിട്ട് ചുടാൻ താല്പര്യമില്ലെങ്കിൽ അരച്ച പാടെ തന്നെ സ്പോട്ടിൽ ഒരു അരമണിക്കൂറിലെല്ലാം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. പക്ഷേങ്കിൽ ഏറ്റവും നല്ല തലേ ദിവസമേ അരച്ച് വെച്ചിട്ട് ചുടുന്നതാണ്. പിന്നെ അത് നല്ല ടൈറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ റവ ഇട്ടുകൊണ്ട് അത് നല്ലോണം കുതിർന്ന് വന്നേരം നല്ല ടൈറ്റാവും. പിന്നെ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് പിന്നെയും ലൂസാക്കണം. ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. അതിന് മുന്നേ ഇതിലേക്കൊരു വറവിടാനുണ്ട്. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് ഇതിലേക്കൊരു 1-1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. വെളിച്ചെണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് നെയ്യായാലും എടുക്കാം. ഞാനിപ്പോൾ രണ്ടും മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യും. നെയ്യ് കൂടുതലെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അത് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറിയൊരു പീസ് 1 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തതും, പിന്നെ പച്ചമുളക് 3-4 എണ്ണം, കുറച്ച് കറിവേപ്പില, ഇത്ര ഐറ്റംസ് നെയ്യിൽ വറുത്തിട്ടിട്ട് കൊടുക്കാൻ കാര്യം, നെയ്യും വെളിച്ചെണ്ണയും കൂടി വറുത്തിട്ടിട്ട് കൊടുക്കാൻ കാര്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ വറുക്കാണ്ട് ഡയറക്റ്റ് മാവിലേക്ക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ടിത് ചൂടോടെ മാവിലേക്ക് ഒഴിക്കാണ്ട് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം ഒഴിച്ചാൽ മതി കേട്ടോ.
ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട കൊത്തിയരിഞ്ഞ ചോപ്പ് ചെയ്തിട്ടുള്ള ഉള്ളിയാണ്. പിന്നെ ഏകദേശം 3/4 ടീസ്പൂണോളം കായപ്പൊടി. പിന്നെ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തെല്ലാമാണോ ഇടൽ, വേണമെങ്കിൽ മല്ലിയിലയെല്ലാം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുന്നുണ്ട്. പിന്നെ വേണ്ട അധികം പൊടിയാത്ത ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് ക്രഷ് ചെയ്തത്. അപ്പോൾ കുരുമുളക് ഇടുമ്പോൾ അധികം അങ്ങ് പൊടിഞ്ഞു വേണ്ട, ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. ഇനി ഉപ്പെല്ലാം ചെക്ക് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഉണ്ടാവാൻ. നല്ല തിക്കാവാനേ പാടില്ല. ആവശ്യത്തിനുള്ള സാധാരണ പച്ചവെള്ളം തന്നെ ഒഴിച്ചിട്ട് ഇതേപോലെ കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം. നമ്മൾ നെയ് റോസ്റ്റിൻ്റെ എല്ലാം മിക്സില്ലേ, മസാല ദോശ നെയ് റോസ്റ്റിൻ്റെ എല്ലാം ദോശ ബാറ്ററില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് കേട്ടോ വേണ്ടത്. അധികം തിക്കായി പോയി കഴിഞ്ഞാൽ ദോശ എന്താ പറയുക, ഒരു വേവാത്ത പോലെ അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു ലൂസിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ടിതാ ഞാൻ ഇതേപോലെ അപ്പച്ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ ദോശ തവയിൽ വേണമെങ്കിലും ഉണ്ടാക്കുക. അപ്പോൾ അപ്പച്ചട്ടി ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിന്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചുട്ടെടുത്താൽ മതി. തീ കുറയ്ക്കാൻ കൂട്ടൊന്നും വേണ്ട. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനിങ്ങനെ പരത്താൻ കാര്യം, അപ്പച്ചട്ടി ആയതുകൊണ്ട് സെൻറ്ററിൽ കുറച്ച് കട്ടിയിൽ നിൽക്കുമല്ലോ, അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ ഞാനൊന്ന് സെൻറ്ററിലൊന്ന് പരത്തിയിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ ആക്കി കൊടുത്തിന് കേട്ടോ. പിന്നെ സൈഡിൽ എന്തായാലും കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കണം. സൈഡിൽ നല്ലോണം മുരിഞ്ഞ് വരണം. എന്നിട്ട് അടച്ച് വെക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ അങ്ങനെ അടച്ച് വെച്ചിട്ട് ഇത് കണ്ട സൈഡെല്ലാം നല്ലോണം ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം അതിൻ്റെ മേലെ ഞാൻ നേരത്തെ ആക്കിയ വെളിച്ചെണ്ണ ഉണ്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ വെളിച്ചെണ്ണയൊന്നും ആക്കുന്നില്ല. തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ് അത്ര വെച്ചാൽ മതി. പെട്ടെന്ന് കളർ ചേഞ്ച് ആവും. ഒന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കണം, അത്രയേ ഉള്ളൂ. ഇതേണ്ട ഇതേപോലെ ചുട്ടെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉഴുന്ന് വട നമ്മൾ ഓയിലിൽ പൊരിച്ചെടുക്കുന്നില്ലേ, ഇതാകുമ്പോൾ അങ്ങനെ അധികം ഓയിലും ഇല്ല, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇത് ഞാൻ അപ്പച്ചട്ടിയിൽ ചുട്ടെടുക്കാൻ കാര്യം നമുക്ക് നല്ല ഷേപ്പ് കിട്ടും, ഒന്നാമത്തെ കാര്യം അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കുഞ്ഞിലാക്കി എടുക്കുന്നതുകൊണ്ടാണ്. വേണമെങ്കിൽ കുറച്ച് വലിയ തവി വെച്ചിട്ട് ചെറിയ ചെറിയ ദോശകളാക്കി എടുക്കുക, അല്ലെങ്കിൽ വലുതാക്കി എടുക്കുക, നമ്മൾ താല്പര്യം പോലെ എടുക്കുക. അധികം മാവ് കട്ടിയാവാണ്ട് നിന്നാൽ മതി കേട്ടോ. പിന്നെ സൈഡിലും മേലിലും വെളിച്ചെണ്ണ ആക്കി കൊടുക്കാനും മറക്കണ്ട. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലേദിവസം അരച്ച് വെക്കുന്നില്ലെങ്കിൽ നമുക്ക് അരച്ച് വെച്ചിട്ടൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വെച്ചിട്ട് ചുട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ തലേദിവസം അരച്ച് വെച്ചാൽ നല്ല ഫെർമെൻ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് തീരെ പുളിപ്പൊന്നും ഇല്ല കേട്ടോ, പുളിപ്പില്ലാത്ത ദോശയാണ്. ഞാൻ ഈ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇതിന് കോമ്പിനേഷനായിട്ട് ഒരു ചട്നി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി ഒന്ന് കാണിക്കാം. അതിനൊരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതിപ്പോൾ ഞാൻ നല്ല കട്ടിയുള്ള വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് കുറച്ച് അധികം എടുക്കുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. ഇത് മെൽട്ടായി കഴിഞ്ഞാൽ ഇതിലേക്കൊരു 4-5 ചെറിയുള്ളി ഇടുക. പിന്നെ വേണ്ട ഒരു പീസ് തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളിൻ്റെ പകുതി എടുത്താൽ മതി. എന്നിട്ട് ഇത് വെളിച്ചെണ്ണയിലേക്ക് കിടന്നിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. അങ്ങനെ തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങി പോകണ്ട, വെള്ളം ഇറങ്ങാണ്ട് നല്ലോണം മുരിഞ്ഞ് വരുമല്ലോ, ആ ഒരു കണ്ടീഷനിൽ തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് മൊരിച്ചെടുക്കുക. എന്നിട്ട് ആ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഒരു പീസ് ഇഞ്ചിയും അങ്ങനെ തന്നെ ഒരു പീസ് വെളുത്തുള്ളിയും. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇടണം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചിട്ടാൽ ചില ഐറ്റംസ് പെട്ടെന്ന് കരിഞ്ഞു പോവും, വെളുത്തുള്ളിയെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടിട്ടെ. അങ്ങനെ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് പിന്നെ വേണ്ട വറ്റൽമുളകാണ്, ചുവന്ന മുളക്. അപ്പോൾ ഇതൊരു 4-5 എടുത്തിന് നമ്മൾ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഒരു 5 എടുത്താൽ കറക്റ്റ് എരിവായിരിക്കും കേട്ടോ. ഈ വറ്റൽമുളക് ഇങ്ങനെ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, ഫസ്റ്റേ ഇട്ടാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. തക്കാളിയിലാണ് ഫസ്റ്റ് ഇടേണ്ടത്. എന്നിട്ടിതാ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് നല്ലോണം മുരിഞ്ഞ് വരണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത പാടെ തന്നെ കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. കറിവേപ്പില ലാസ്റ്റ് ഇട്ടാൽ മതി. ഇനിയിപ്പോൾ ഇതാ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലാം. അങ്ങനെ ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് ഇടാം. പിന്നെ 1-2 ഐറ്റംസും കൂടി ഇടാനുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു സിമ്പിൾ ചട്നി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവർക്കും ടേസ്റ്റ് ഒരേപോലെ ഇഷ്ടമാകുന്നൊരു റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടുകടലയില്ലേ, നമ്മൾ
കടല, ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ? അപ്പോൾ നമ്മൾ വെറുതെ കഴിക്കാൻ വാങ്ങുന്ന നമ്മൾ പൊട്ടുകടല എന്നാണ് പറയുക. ആ ഒരു കടല ഒരു കൈപ്പിടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങയും. നിങ്ങൾ കടല ഇടുന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ മതി. കടല ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ കുറച്ച് അധികം എടുക്കണം, അത്രയേ ഉള്ളൂ. കടല ഇല്ലെങ്കിലും നമുക്ക് ഇതേപോലെ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലോണം ബ്ലെൻഡ് ആക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, പുളി ഇഷ്ടമാണെന്നുണ്ടെങ്കിലേ വാളംപുളി കുറച്ച് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ പുളി ആക്കുന്നില്ല. വാളംപുളിയോ അല്ലെങ്കിൽ മോരോ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ചെറിയൊരു പുളിപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ തക്കാളിൻ്റെ ചെറിയൊരു പുളിപ്പ് മാത്രമേ ഉള്ളൂ. നമ്മൾ ടേസ്റ്റ് പോലെ പുളി ഇഷ്ടമുള്ളവർക്ക് അതെല്ലാം ആഡാക്കി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുളി വേണമെന്നുള്ളവർ കുറച്ച് മോരൊഴിച്ചിട്ട് അങ്ങനെ എങ്ങാനും ലൂസാക്കിയാൽ മതി കേട്ടോ. പിന്നെ ഇതാ ദോശ ഞാൻ കുറച്ച് ചുട്ടെടുത്തിന്. ഇതിനേക്കാളും ഒരു 10-20 ദോശ ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടുന്ന പോലെ ബാക്കി മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ചുട്ടാലും കുഴപ്പമൊന്നുമില്ല. ഈ ദോശ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ചൂടോടെ സെർവ് ചെയ്യാൻ വേണ്ടി നോക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ വടയെല്ലാം കഴിക്കുന്ന പോലെ തന്നെ നല്ല ചൂടോടെ വേണം കഴിക്കാൻ. ചൂടാറിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല, ഒരു ചൂടോടെ ചമ്മന്തിയും കൂട്ടി എരിവുള്ള ചമ്മന്തിയെല്ലാം കൂട്ടി കഴിക്കുമ്പോൾ സൂപ്പറാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസും ബ്ലോഗ്സിലായിട്ട് കാണാം. താങ്ക് യു, ബൈ.